ഫ്രീ തികച്ചും ഫ്രീ. കാണൂ രുദ്രയുടെ എല്ലാ മാന്ത്രിക സാഹസങ്ങളും തികച്ചും സൗജന്യമായി ജിയോ സിനിമയിൽ മാത്രം. ഇതുവരെ നിങ്ങളെല്ലാവരും ഏതെങ്കിലും ഒരു ഗാഡ്ജറ്റ് ഉപയോഗിച്ചാണ് പറന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ ഗാഡ്ജറ്റ് ഇല്ലാതെ എങ്ങനെ പറക്കാമെന്നാണ് പഠിപ്പിക്കുന്നത്. നോ ടോക്കിംഗ്. ആദ്യം എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഓരോ മൂവ്മെന്റ്സും മനസ്സിലാക്കണം. അതിനുശേഷം മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് പറന്നു ചെല്ലണം. അതിനുള്ള മന്ത്രം എന്താണ്? ഫ്ലൈയോ മെജോക ഇൻഹാൻസോ. ജെനി, ജോഡി, ആരെയും കളിയാക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല. ആർക്ക് വേണമെങ്കിലും മാജിക് ചെയ്യുമ്പോൾ തെറ്റുപറ്റാം. നിങ്ങളെല്ലാം പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. സോറി മാം, അത് ഞാൻ ചെയ്ത തെറ്റ് കാരണം സംഭവിച്ചതാണ്. മാഡം, ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യാ. മുകളിൽ പോയപ്പോ എന്ത് തോന്നിയെന്ന് അറിയാമോ? ആരോ എന്നെ പഞ്ച് ചെയ്ത പോലെ തോന്നി. ക്ലൗഡ്സ് എങ്ങനെ പഞ്ച് ചെയ്യുന്നത്? ആ സ്ഥലത്താണെങ്കിൽ ഈഗിൾ ഗാർഡ്സേ ഉള്ളൂ. അവരുടെ ജോലി ഇവിടെയുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ്. ഗാർഡ്, വേഗം ചെന്ന് ആ ക്ലൗഡ് ചെക്ക് ചെയ്യൂ. ക്ലാസ് ഡിസ്മിസ്ഡ്. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത ക്ലാസ്സിലേക്ക് പോകാവുന്നതാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചത്? ഇറ്റ് മീൻസ് വരുൺ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നു. മുകളിൽ തീർച്ചയായിട്ടും എന്തോ ഉണ്ട്. അത് എന്തായിരിക്കും? നിങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇവരാരും സംസാരിക്കുന്ന പോലെ ഇല്ലല്ലോ. ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് മാഡം കോണങ്കോയുടെ അടുത്ത് ഇത് ഇൻഫോം ചെയ്യണം.
തന്നെ നിൽക്കാനാണ് പറഞ്ഞത്. സെക്യൂരിറ്റി നീ പ്രിമൈസിലല്ലേ ഉള്ളത്. നീ സ്കൂളിന്റെ റൂളുകളാണ് ലംഘിച്ചത്. നിന്നെ ക്ലാസ്സിന് ശേഷം 1 മണിക്കൂറത്തേക്ക് ഡിറ്റൻഷൻ റൂമിലേക്ക് അയക്കുന്നതായിരിക്കും. സോറി മാം, എനിക്ക് മാഡം കോണുങ്കയെ ഉടനെ തന്നെ കാണണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപകടമുണ്ട്. ഈഗിൾ ഗോഡ്സിനെ ആരോ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. I know. അവന് കാല് മുറിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതല്ല കാര്യം. അത് അവന്റെ തന്നെ തെറ്റായിരുന്നു. ക്ലൗഡ്സിൽ നേരിട്ട് പോയാല് അവിടെ കരണ്ടടിക്കാതിരിക്കുമെന്നാണോ കരുതിയേ? അവിടെ ലൈറ്റുകളുണ്ട്. ബട്ട് മിസ് സെക്യൂരിറ്റി, അവർ കേറ്റത് കറണ്ട് അല്ല. അങ്ങനെ സംഭവിച്ചെങ്കിൽ അവരുടെ ശരീരത്തിൽ ബ്ലഡ് മാർക്സ് ഉണ്ടാവണം. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല. ബിലീവ് മീ, ഇത് കാര്യം വേറെയാണ്. Go to your room for lunch. No more discussion. അല്ലെങ്കിൽ ഡിറ്റൻഷൻ ഇനിയും അധികമാക്കും. സ്കൂളിലെ കാര്യങ്ങളിൽ നീ ഇടപെടേണ്ട. ഞാൻ സെക്യൂരിറ്റിയുടെ സഹായത്തോടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നോക്കിക്കോളാം. ആരാണ് നിങ്ങളൊക്കെ? പെർമിഷൻ ഇല്ലാതെ സ്കൂളിന്റെ അകത്തേക്ക് എങ്ങനെയാണ് വന്നത്? ഡേഞ്ചർ, ഡേഞ്ചർ. എല്ലാ കുട്ടികളും വേഗം തന്നെ റൂമിലേക്ക് ചെല്ലൂ. സമയം കളയരുത്. വേഗം ചെല്ലൂ. MPTV വിഷ്വൽ ട്രിഗർ. നിക്ക്, ആരാ നീ? ഞങ്ങളുടെ കാര്യം ഇവിടെ, നിന്റെ കാര്യം ആലോചിക്കേ. ഇത് കുട്ടികളുടെ സ്കൂളാണ്, ഫൈറ്റിംഗ് ക്ലാസ് അല്ല. ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഇങ്ങനെ ആക്രമിച്ച് കയറുന്നത്? അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഹലോ മാഡം കാനങ്കോ, സുഖാണോ? ഇലക്ട്രോ ലേഡി, നീയോ? കഴിഞ്ഞ തവണ നീ ഈ സ്കൂളിനോട് ചെയ്ത കാര്യമുണ്ടല്ലോ, അത് കഴിഞ്ഞ് നീ വീണ്ടും സ്കൂളിലേക്ക് വന്നിരിക്കുന്നു. മടങ്ങിപ്പോയത് ശരിയാ, പക്ഷെ ഞാൻ പേടിച്ചല്ല പോയത്. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, ഇന്ന് മുതൽ ഞാനായിരിക്കും ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ. ഞാനിപ്പോൾ പ്രിൻസിപ്പളും കൂടിയാണ്, പിന്നെ ഈ സ്കൂളിന്റെ ഓണറും ഞാനാണ്. മാഡം കാലുങ്കോ. ഓ രുദ്ര, ആഹാ, നീയും ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷം. പിന്നെ നിനക്കുണ്ടല്ലോ, ഇപ്പോ എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ എന്റെ പവർ നേരത്തെക്കാളും 100 മടങ്ങാണ് അധികരിച്ചിരിക്കുന്നത്. ഇലക്ട്രോ ലേഡി, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. രുദ്ര, കത്തി കൊണ്ടോ വാളുകൊണ്ടോ അല്ല ഞാൻ യുദ്ധം ചെയ്യുന്നത്. എന്റെ യുദ്ധം വൈദ്യുതിയുടെ പവർ കൊണ്ട് മാത്രമാണ്.
രുദ്രയെ പ്രിൻസിപ്പൽ റൂമിലേക്ക് കൊണ്ടുവരൂ. ഇതിനിടയ്ക്ക് ഇവരെ കൊണ്ടാ പോയത്. അതാ അവിടെയുണ്ട്. വാ, അവിടെ ചെന്ന് അവരെ പാഠം പഠിപ്പിക്കാം. ഇലക്ട്രോൺ ലേഡി നിന്നെ വിളിച്ചിരിക്കുകയാണ്. മര്യാദയ്ക്ക് ഞങ്ങളോടൊപ്പം വന്നേക്ക്. ഇല്ലെങ്കിൽ അഥവാ ഞാൻ നിങ്ങളുടെ കൂടെ വന്നില്ലെങ്കിലോ? മര്യാദയ്ക്ക് പറഞ്ഞാലും നീ ചെറുക്കൻ കേൾക്കത്തില്ലെന്നാ തോന്നുന്നേ. പിടിച്ചോണ്ട് പോ അവനെ. പിടിക്കാൻ പറ്റുമെങ്കിൽ വന്ന് പിടിച്ചോ. ഇവരെ മാജിക്കലി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇവർക്ക് ഞാനാണെന്ന് കാണിച്ചു കൊടുക്കാം. വേണ്ട വേണ്ട, നീ വാ തുറക്കണ്ട, മിണ്ടാതിരുന്നാ മതി. രുദ്ര, നീ ഫൈറ്റ് ചെയ്തോ, മയരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപകടം ഇനിയും തീർന്നിട്ടില്ല. നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാം. മാഡം കാർണുങ്കയെ രക്ഷിക്കണം. അതെ കാനിംപോ, നിങ്ങൾ ഈ കസേരയിലിരുന്ന് ഒരുപാട് നിയമങ്ങളാണ് ഉണ്ടാക്കിയത്. പക്ഷെ ഇനി ആ നിയമങ്ങളൊക്കെ എനിക്കനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക. ഇനി ഈ സ്കൂളിന്റെ എല്ലാ ഫയലുകളും എന്നെ കാണിക്കൂ. പിന്നെ ഇതുകൂടി പറയൂ, എന്റെ ഈ സ്കൂളിൽ എത്ര സ്റ്റുഡൻസ് ആണ്, എത്ര ടീച്ചേഴ്സ് ആണ്, പിന്നെ എത്ര സ്റ്റാഫുകളാണ്. ഇനി ഞാൻ തീരുമാനിക്കും ആരൊക്കെ തുടരണമെന്നും വേണ്ട എന്നും. ഇനി ഞാൻ തീരുമാനിക്കും. ഇലക്ട്രോ ലേഡി, ഈ സ്കൂൾ നിനക്ക് ഒരിക്കലും സ്വന്തമാക്കാനാവില്ല. ഗുഡ് ഫോർ യു. ഇപ്പൊ തന്നെ പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. രുദ്ര, നീ വീണ്ടും വന്നോ? എനിക്ക് തോന്നുന്നത് ആദ്യം നിന്നെയാണ് ഇവിടെ നിന്നും ഒഴിവാക്കേണ്ടതെന്ന്. എത്ര ദൂരം പോകും നീ രുദ്ര? ഓർത്തു വെച്ചോളൂ, നീ എന്റെ പിടിയിലാണുള്ളതെന്ന്. ഇലക്ട്രോ ലേഡി, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഞാൻ നിന്നെ പേടിച്ച് ഓടിയതൊന്നല്ല. നിന്നെ ഞാൻ സ്കൂളിൽ നിന്നും പുറത്തിറക്കാൻ ശ്രമിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെയാവുമ്പോ നീ കാരണം അവിടെ അപകടമൊന്നും ഉണ്ടാവില്ല. രുദ്ര, ക്ലൗഡ് സോൾജേഴ്സ് താഴേക്ക് വരൂ. പോകണ്ട മാഡം, രുദ്ര നോക്കിക്കോളൂ.
രുദ്ര, എന്നിലേക്ക് എത്തുന്നതിന് മുമ്പ് നീ ഇവരെ തോൽപ്പിച്ചേ മതിയാവൂ. രുദ്ര, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മന്ത്രം ഓർമ്മിക്കൂ. Mayo Magioga Inzando. രുദ്ര വളരെ നല്ല കാര്യമാണ് ചെയ്തത്. ഈ പെർഫോമൻസ് കാരണം ഞാൻ അവന്റെ ഡിറ്റൻഷൻ 3 മണിക്കൂറിൽ നിന്നും 2 മണിക്കൂറായി മാറ്റുന്നു. എന്റെ സോൾജേഴ്സിനെ നിരംബരിശാക്കിയതിന് സന്തോഷിക്കേണ്ട രുദ്ര. കത്തികൊണ്ടോ വാളുകൊണ്ടോ അല്ല ഞാൻ യുദ്ധം ചെയ്യുന്നത്, വൈദ്യുതി ഉപയോഗിച്ചാണ്. രുദ്ര, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നേരത്തെ പോലെയല്ല, എന്റെ പവർ ഇപ്പോൾ അധികമാണെന്ന്. ഇലക്ട്രോ ലേഡി, ഈ പ്രാവശ്യം നിങ്ങൾ വളരെ വലിയ തെറ്റ് ചെയ്തു. ഈ പ്രാവശ്യം നിങ്ങളുടെ പവർ ഞാൻ അവസാനിപ്പിക്കില്ല. എന്റെ പവർ ഞാൻ അധികമാക്കാൻ പോവുകയാണ്. ഒന്നും പറയാനില്ല, എന്ത് നല്ല ഐഡിയ ആണ്. വെരി ഗുഡ്. ശരി ശരി, 1 മണിക്കൂർ വീണ്ടും കുറച്ചിരിക്കുന്നു. സന്തോഷമല്ലേ? മൈ സോൾജേഴ്സ്, വരൂ. Zibajska, boom, chick, chick, boom.
രുദ്ര ഈ മുഴുവൻ സ്കൂളിനെയാണ് രക്ഷിച്ചത്. പക്ഷേ സ്കൂളിന്റെ റൂളുകളും അവൻ ലംഘിച്ചു. ഡിറ്റൻഷനിൽ ആരെങ്കിലും ഒരാൾ പോയേ മതിയാവൂ. ഇപ്രാവശ്യം രുദ്രയ്ക്ക് പകരം ഞാൻ തന്നെ പോവുകയാണ്. താങ്ക് യു രുദ്ര. ഇന്നീ നമ്മുടെ സ്കൂളിനെ മുഴുവൻ രക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ ചില റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊന്നും അവന്റെ സ്വാർത്ഥ താല്പര്യത്തിനായി മനഃപൂർവ്വം ചെയ്തതല്ല. അതുകൊണ്ട് അതെല്ലാം ഞാൻ കാര്യമായി എടുക്കുന്നില്ല.